ജനങ്ങളെ, അവരുടെ സഭയായ പാർലമെന്റിനെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത്രയും വലിയ ദൂരവ്യാപക പ്രത്യാഘാതമുള്ളൊരു ഉടമ്പടി ഉണ്ടാകുമ്പോൾ അതേപ്പറ്റി പറയേണ്ടത് രണ്ട് രാഷ്ട്രത്തലവന്മാരും ഒന്നിച്ചായാലും മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും ഉണ്ടായില്ല. ഒരു പാതിരാത്രിയിൽ, ഇന്ത്യയിൽ പാതിരാത്രിയായിരുന്നു അപ്പോൾ, ട്രംപ് ട്വീറ്റ് ചെയ്തു, ഇന്ത്യയുടെ കഴുത്തിൽ ഒരു പിടിമുറുക്കി, ഒരു കുരുക്ക് മുറുകി, ഇന്ത്യൻ കൃഷിയെ തുലയ്ക്കാൻ പോവുകയാണ് അവർ. ക്ഷീര വ്യവസായ മേഖലയെ തകർക്കുന്നുണ്ടോ ആ ഉടമ്പടി? മത്സ്യബന്ധന മേഖലയെ അത് തകർത്ത് താറുമാറാക്കും. ശാസ്ത്ര ഗവേഷണങ്ങളെ അത് ആപ്പീസ് പൂട്ടിക്കും. ശൂന്യാകാശ പര്യവേഷണങ്ങളുടെ കുത്തക അത് അമേരിക്കയെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് മുമ്പിലുള്ള സമ്പൂർണ്ണമായ കീഴടങ്ങളുണ്ടായിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കി എന്തെങ്കിലും കാര്യമായിട്ട് UDF അതേപ്പറ്റി പറയുമ്പോൾ മൗനമാണ് UDFന്. എപ്രകാരമാണോ അസംബ്ലിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയത്, കേന്ദ്ര ബജറ്റിനെ പറ്റിയുള്ള ചർച്ചവേളയിൽ BJPയെ വിമർശിക്കാനുള്ള വിസമ്മതം കൊണ്ട് വാക്കൌട്ട് ശീലമാക്കി മാറ്റിയത് എന്ന് നമ്മൾ കണ്ടു. അതേ മാർഗത്തിലാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസിന് BJPയെ പറ്റി വിമർശിക്കാൻ ഭയമാണ്. എപ്രകാരമാണോ ട്രംപിന് മോദിക്ക് ഭയം, അതേ ഭയമുണ്ട് BJPയെ കോൺഗ്രസിന്. അതുകൊണ്ടാണ് ഇതൊന്നും മിണ്ടാതെ, ഇതൊന്നും പറയാതെ അവർ ചാടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അവരാകെ പറയാൻ ശ്രമിച്ച കാര്യം ഇപ്പോൾ അവരെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. ആ കാര്യം ശബരിമലയാണ്. നീണ്ടുപോകും തോറും, ഓരോ ദിവസം കഴിയും തോറും ഓരോരോ UDF പ്രമാണിമാർ അന്വേഷണ മുനയിലാണ്. ഈ അന്വേഷണം അതിന് സ്വാഭാവിക വഴിക്ക് മുന്നോട്ട് പോയാൽ SITയുടെ അടുത്ത ഘട്ടം അന്വേഷണം വരുമ്പോൾ ആരൊക്കെ UDFൽ നിന്ന് ഇനിയും അന്വേഷണത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ ഒടുവിലെത്തിയ പേര് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിന്റെ പേരാണ്. ആ പേരിന്റെ കൂടെ ശബരിമല അടങ്ങുന്ന ജില്ലയാണ്, പാർലമെന്ററി മണ്ഡലമാണ് പത്തനംതിട്ട. അവിടുത്തെ MPയുടെ പേരും ആൾക്കാർ പതുക്കെ പറയുന്നു. വേറൊരു വലിയ സാമ്പത്തിക ഇടപാടിന്റെ ഒരു ഭാഗത്ത് വാർത്തകൾ പറയുന്നത് തന്ത്രിക്കും ഒരു ബന്ധമുണ്ടെന്നാണ്. തന്ത്രി മുഖേന ശബരിമല വരെ നീളുന്ന ആ ഒരു സമ്പർക്കത്തിന്റെ പട്ടികയിൽ ഒരു തലയ്ക്കൽ നമ്മൾ കോൺഗ്രസ് നേതാവായ ആന്റോ ആന്റണിയെ കാണുന്നു. ഇതെല്ലാം പലതും പറയുന്നുണ്ട്. LDFന് വേണ്ടി വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ശബരിമലയിലെ ഈ വിഷയത്തിൽ ഒരു തരി സ്വർണമെങ്കിലും ഏതെങ്കിലും ഒരാൾ അപഹരിച്ചു വന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതാര് തന്നെയായാലും ഏത് രാഷ്ട്രീയമായാലും ആ വ്യക്തിയെ സംരക്ഷിക്കാൻ LDF ഉണ്ടാവുകയില്ല. LDF അവരെ നേരിടും. അങ്ങനെ പറയാനുള്ള രാഷ്ട്രീയ ആർജവം UDFിനില്ല, കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പരക്കം പായേണ്ടി വരും. അവർ പലപ്പോഴും ഇതുപോലുള്ള വിഷയമത്തിന് വേണ്ടിയുള്ള വിഷയം തിരയേണ്ടി വരും. അവർക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ പറയാൻ വേണ്ടി മിക്കവാറും അവർ എല്ലാ ദിവസവും രാത്രിയിലും പകലും കനകോലുവിന്റെ വാതിൽക്കൽ മുട്ടുന്നുണ്ടാക്കും. കനകോല് പറഞ്ഞാൽ അവർ വർത്തമാനം പറയും. എങ്ങനെ വേണമെന്ന് കനകോല് പറയുമെന്ന് അവർ പ്രഖ്യാപിച്ചേക്കാം. പ്രഖ്യാപിച്ചില്ലെങ്കിലും നമുക്കറിയാം അതാണ് അവരുടെ ഇപ്പോഴത്തെ വഴി. അതുകൊണ്ട് അശേഷം ആശങ്ക LDFനില്ല. എന്തെല്ലാം രാഷ്ട്രീയ പ്രചാര വിലയുമായിട്ട് UDF വന്നാലും, എത്ര നദികെട്ട ബന്ധം BJPയുമായി ഉണ്ടാക്കിയാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ LDF വിജയിപ്പിക്കുമെന്നും മൂന്നാം ഊഴം സുനിശ്ചിതമാണെന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. അവരുടെ മുഖങ്ങളും കണ്ണും സാന്നിധ്യവും പങ്കാളിത്തവും എല്ലാം അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ ജാഥയുടെ അനുഭവങ്ങൾ ചുരുക്കത്തിലതാണ്.